ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 26-ാം വാരം വെള്ളി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ നമുക്ക് ധ്യാനിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇന്നത്തെ ഗോസ്പൽ പാസേജിൽ ഈശോ പറയുന്നുണ്ട്, കൊറാസ്യ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം, കഫർനൗമേ നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടെങ്കിലും നീ പാതാളത്തോളം താഴ്ത്തപ്പെടുമെന്നൊക്കെ. ഇവിടെ ഈശോ ഈ സ്ഥലങ്ങളൊക്കെ ശപിക്കുകയാണെന്ന് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഈശോയുടെ യഥാർത്ഥമായ ഒരു സങ്കടവും വിലാപമൊക്കെയാണ് സുവിശേഷകൻ ഈ വാക്കുകളിലൂടെയൊക്കെ നമ്മോട് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ മഹത്തായ സ്ഥാനം പിടിച്ച സ്ഥലങ്ങളാണ് ഈ ബെത്സൈദയും കഫർനൗമും ഒക്കെ. ഒരുപാട് അത്ഭുതങ്ങളും പഠനങ്ങളൊക്കെ ഈശോ ഈ സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അവിടുത്തെ ആളുകൾക്ക് യഥാർത്ഥമായ മാനസാന്തരം ഇല്ലാതെ പോകുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ അനാസ്ഥയും ഉദാസീനതയും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു പറയുന്നുണ്ട്, കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ചവൻ കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് കടപ്പെട്ടവനാണെന്ന്. നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഈ പട്ടണങ്ങൾക്ക് സംഭവിച്ച അവസ്ഥ, അതായത് അനാസ്ഥയും ഉദാസീനതയും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും കടന്നുകൂടാനായിട്ട് ഇടയുണ്ടെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. നമ്മൾ പങ്കെടുക്കുന്ന തിരുക്കർമ്മങ്ങൾ, വായിക്കുന്ന വചന വായനകൾ, ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികൾ, അതൊക്കെ നമ്മളെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബാഹ്യ പ്രകസനങ്ങളായിട്ട് മാത്രം ഒതുങ്ങുന്നതാണോ എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊട്ടുമിക്കവരും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നവരൊക്കെയാണ്. ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ഒരു റൊട്ടീൻ്റെ ഭാഗമായി മാറാതെ ഈശോയായിട്ട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പട്ടണങ്ങളും നമ്മളോട് കാണിക്കുന്നത് അത് തന്നെയാണ്. ആത്മീയമായൊരു മരവിപ്പ് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ കടന്നുകൂടാൻ ഇടയുണ്ടെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ആത്മീയമായൊരു മരവിപ്പും അനാസ്ഥയും ഉദാസീനതയും ഒക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുവാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനുമായിട്ട് എന്നെ സഹായിക്കണമേ. അതിനായിട്ടുള്ള കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.